നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയാണ് ജനങ്ങൾ. മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് എത്ര മാർക്ക് അവർ നൽകുമെന്ന് അറിയാം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പൂക്കി മന്ത്രി എന്നും മന്ത്രി അപ്പൂപ്പൻ എന്നുമൊക്കെ കുട്ടികൾക്കിടയിൽ വിളിപ്പേരുള്ള മന്ത്രിയാണ്. മന്ത്രിക്ക് ജനങ്ങൾ എത്ര മാർക്ക് കൊടുക്കുമെന്നറിയണ്ടേ? അറിഞ്ഞു വരാം. പുള്ളിക്ക് 100 മാർക്ക് കൊടുക്കുന്ന മാർക്കില്ല. പുള്ളിക്ക് എന്താണ് മാർക്ക്? അദ്ദേഹത്തിന് എന്ത് മാർക്ക് കൊടുക്കാനാണ്? ഈ പെണ്ണുപിടിയും ഈ ലോകത്ത് ഇങ്ങനെയുള്ള അനുമതി നടത്തിക്കൊണ്ട് അയാൾക്ക് എന്താണ് മാർക്ക് കൊടുക്കേണ്ടത്? നിങ്ങൾ പറയണം. ഞാൻ പറഞ്ഞ ഭരണം മാറി വരണം. BJP ഒന്ന് ഭരിക്കാൻ ഒരാഗ്രഹമുണ്ട്. BJP ചന്ദ്രശേഖരൻ ജയിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. ഞാൻ പറഞ്ഞ വിദ്യാഭ്യാസ മേഖലയെല്ലാം നല്ല രീതിയിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള വികസനമാണ് മൊത്തത്തിൽ. ശിവൻകുട്ടിക്ക് മാർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ ഫുൾ മാർക്ക് കൊടുക്കും, 100 കൊടുക്കും. വിദ്യാഭ്യാസ മേഖലയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സ്കൂളുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ കലോത്സവങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോഴും പലതരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള പല തീരുമാനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ പോയിട്ടുണ്ട്. കുഴപ്പമില്ലാണ്ടെന്നല്ല, നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. 100 തന്നെ കൊടുക്കും. കുറേ കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി പുതിയതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ മന്ത്രിമാർ ചെയ്യുന്നതല്ലാതെ പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഹൈടെക് ഇതൊക്കെ സ്കൂളിൽ വന്നിട്ടുണ്ട്. ക്ലാസ് റൂമൊക്കെ ആണെങ്കിൽ ഈ പ്രൈവറ്റ് സ്കൂളില്ലേ, ഇൻ്റർനാഷണൽ സ്കൂൾ പോലെ തന്നെയാണ് തോന്നുന്നത്. 100 കൊടുക്കുക. നേരത്തെയുള്ള വിദ്യാഭ്യാസ മന്ത്രിയേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ടു. നമ്മളിപ്പം +2 കഴിഞ്ഞിട്ടുള്ളവർക്കാണെങ്കിൽ നമ്മൾ നീറ്റ് പഠിക്കാൻ പോയാൽ തന്നെയാണ് ആ ഒരു പേപ്പർ എങ്ങനെ എഴുതണമെന്നുള്ളത് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് +2 കഴിഞ്ഞപ്പോൾ തന്നെ ആ +2 എക്സാം തന്നെ നീറ്റ് മോഡലാണ്. മന്ത്രിക്ക് വിദ്യാഭ്യാസ മേഖലയിൽ മാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. വേറെ ഏതെങ്കിലും മേഖല ആയിരുന്നെങ്കിൽ പുള്ളിക്ക് മാർക്ക് കൊടുക്കാമായിരുന്നു. മന്ത്രിയാക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ല. ഒരു 30 മാർക്ക് അത്രേ ഉള്ളൂ. ശിവൻകുട്ടി സാറ് നല്ല പ്രവണമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അധികം വിവാദങ്ങളിൽ പെട്ടിട്ടില്ല. എന്തെങ്കിലും തെറ്റായ വാക്കുകൾ ഉച്ചരിക്കുന്നതല്ലാതെ ഭരണപരമായ അഴിമതി അങ്ങനെയൊന്നും ശിവൻകുട്ടി സാറിനെതിരെ പറയാൻ പറ്റത്തില്ല. കേരളം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല കേരളം 1ാം നമ്പറിലാണ്. ആ സാധനം കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോഴും ഒരു 70 മാർക്ക് കൊടുക്കാൻ പറ്റും. മന്ത്രി എന്തിനാണ് പറയണമെന്നോ മന്ത്രി എന്തിനാണ് സംസാരിക്കണമെന്നോ ഒന്നും ആർക്കും അറിയില്ല. തായ് വരുന്നൊക്കെ വിളിച്ച് പറയുന്നു. നിയമത്ത് എന്തായിരുന്നാലും അയാൾ ജയിക്കില്ല. അതൊക്കെ ആ ഒരു ടെൻഷനിലാണ് ആശാൻ. 100 10 മാർക്ക് കൊടുക്കും, അത്രേ കിട്ടുള്ളൂ. നല്ല മന്ത്രിയാണ്. ക്യാൻറ്റീനൊക്കെ ഉണ്ട്, എല്ലാ ഫുഡൊക്കെ കിട്ടും. അത്യാവശ്യത്തിനൊക്കെ ആയിട്ട് ഭരിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യത്തിന് വികസനങ്ങളും കൊണ്ടുവരുന്നുണ്ട്. പ്രവർത്തനം മോശമല്ല, പക്ഷേ 100% 40% കുറഞ്ഞുള്ളൂ. അത്രയ്ക്കുള്ളതേ ഉള്ളൂ. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ആര് വന്നു കഴിഞ്ഞാലും അത്രേ കൊടുക്കുന്നുള്ളൂ. കാരണം പൊതുവേ ഉള്ള അവരുടെ ഫെയിലറാണ്. മന്ത്രി വി ശിവൻകുട്ടിയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ആളുകൾക്ക് പറയാനുള്ളത്. 100-ൽ 100 മാർക്ക് കൊടുത്തവരും അതുപോലെ തന്നെ 100-ൽ 0 മാർക്ക് കൊടുത്തവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ ഏത് അഭിപ്രായത്തിനാണ് മുൻതൂക്കമെന്നറിയാൻ ഇനി തെരഞ്ഞെടുപ്പ് കഴിയണം. ക്യാമറാമാൻ സുനിൽ മുണ്ടോത്തിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.